കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാർക്സിസ്റ്റ് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ഹെക്ടർ വോയ്സിന്റെ കുടുംബത്തിലും സഭയിൽ നകന്ന് ജീവിച്ചിരുന്ന ഡെജിംബ്ര കുടുംബത്തിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ബെൽജിയത്തിൽ തന്നെയുള്ള മറ്റൊരിടമായ ബാനോക്സിൽ പരിശുദ്ധ അമ്മ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ നൽകിയ മറ്റൊരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത്. മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനായ ജൂലിയൻ ബൊക്കോ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമൊക്കെ അകന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജൂലിയൻ ബൊക്കോ കത്തോലിക്ക വിശ്വാസത്തിലാണ് ജനിച്ചിരുന്നതെങ്കിലും പിന്നീട് തൻ്റെ ആദർശങ്ങളും ചിന്താഗതികളുമൊക്കെ മാറ്റി ദൈവവിശ്വാസത്തിൽ നിന്ന് ഒരുപാട് അകന്ന് ജീവിച്ച ഒരു കാലഘട്ടം. ഇപ്രകാരം അദ്ദേഹം തൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളുമൊക്കെയൊത്ത് ബെൽജിയത്തിലെ ബാനോക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്നു. 1933 ജനുവരി മാസം മുതൽ 1933 മാർച്ച് മാസം വരെ ഏതാണ്ട് 8 തവണ ജൂലിയൻ ബൊക്കോയുടെ കുടുംബത്തോട് ബന്ധപ്പെടുത്തി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും കടുത്ത മാർക്സിസ്റ്റ് വിശ്വാസിയായി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതിയിൽ ജീവിച്ചിരുന്ന ജൂലിയൻ ബൊക്കോയെയും മറ്റു പലരെയും സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജൂലിയൻ ബൊക്കോയുടെ മകൾ മാരിയറ്റ് ബൊക്കോ 1933 ജനുവരി മാസം 15-ാം തീയതി വൈകുന്നേരം തൻ്റെ വീടിനുള്ളിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ഇളയ സഹോദരൻ ജൂലിയൻ, അവൻ ഇതുവരെയും വീട്ടിൽ വരാത്തതിൻ്റെ ആകാംക്ഷയോടെ അവനെ കാത്ത് ഇങ്ങനെ കണ്ണുനട്ട് നിൽക്കുകയാണ്. മാരിയറ്റ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി തൻ്റെ സഹോദരന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷത്തിൽ തൻ്റെ പച്ചക്കറി തോട്ടത്തിനടുത്ത് ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ ഉടനെ തൻ്റെ വീട്ടിനുള്ളിൽ വെച്ചിരുന്ന വിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടാകാം അവിടെ അപ്രകാരം ഒരു രൂപം കാണുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വിളക്ക് മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ അവൾ പുറത്തു വന്ന് വീണ്ടും നോക്കിയപ്പോൾ അതേ രൂപം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു. അതുമാത്രമല്ല, ഈ രൂപം അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. പുഞ്ചിരിച്ച ഈ രൂപത്തിന്റെ പ്രത്യേകതകൾ അവൾ കണ്ടു. ഈ രൂപം, അതായത് ഈ വ്യക്തി ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ശിരസിൽ ഒരു ശിരോവസ്ത്രം ഇവൾ അണിഞ്ഞിട്ടുണ്ട്.
ഇവളുടെ അരപ്പട്ടയിൽ ഒരു നീല നിറത്തിലുള്ള അരപ്പട്ട ധരിച്ചിരിക്കുന്നു. ഇവളുടെ പാദങ്ങളിൽ സ്വർണ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. രത്നങ്ങളാൽ നിർമ്മിച്ചതെന്ന് തോന്നിക്കുന്ന ഒരു ജപമാല ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സ്ത്രീ ആയതിനാൽ ഇവളിൽ എന്തോ ഒരു വലിയ പ്രത്യേകത 11 വയസ്സുകാരിയായ മാരിയറ്റിന് തോന്നി. ഉടനെ അവൾ ചിന്തിച്ചു, ഒരുപക്ഷെ ഇത് ജപമാലയൊക്കെ തൂങ്ങിക്കിടന്നത് കൊണ്ട് ഇതൊരു പക്ഷേ പരിശുദ്ധ കന്യകാ മറിയമായിരിക്കാം എന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിൽ ഉണ്ടായി. എങ്കിലും അത് അവൾ ചോദിച്ചില്ല, പറഞ്ഞില്ല. പെട്ടെന്ന് ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി തൻ്റെ അമ്മയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, അമ്മേ, ഇതാ നമ്മുടെ വീടിന്റെ മുറ്റത്ത് തോട്ടത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അമ്മ ഇവളെന്തെങ്കിലും വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ കണ്ട ഏതെങ്കിലും നിഴലൊക്കെ ആയിരിക്കും എന്ന് കരുതി അത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും അവൾ വളരെ ആകാംക്ഷയോടുകൂടി ഈ രൂപത്തെ നോക്കിക്കൊണ്ട് ആശ്ചര്യത്തോടു കൂടി തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയും ജനലിനടുത്ത് കടന്നു ചെന്ന് നോക്കി. ഒരു അവ്യക്തമായ ഒരു പ്രകാശ രൂപം അവിടെ നിൽക്കുന്നത് അമ്മയും കണ്ടു. ഉടനെ അമ്മ ഇപ്രകാരം ഓർത്തു, ഇതാരെങ്കിലും ദുർമന്ത്രവാദിനികൾ എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് തൻ്റെ കുഞ്ഞിനെ, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്ന് കരുതി അവൾ മാരിയറ്റിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ അനുവദിച്ചില്ല. അങ്ങനെ ആ ദിവസത്തെ ആ പ്രത്യേകത അവസാനിച്ചു. ജൂലിയൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. സഹോദരനായ ജൂലിയൻ അപ്പനും അമ്മയൊക്കെ ഇരിക്കുമ്പോൾ ഈ അമ്മയോടും അപ്പനോടും ഒക്കെ ഈ മകൾ ഈ കാര്യം വിശദീകരിച്ചു, താൻ കണ്ടത് എന്താണെന്ന്. അവരാരും ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേകത അവർക്ക് തോന്നിയില്ല. ഇതൊക്കെ എന്തെങ്കിലും നിഴലിന്റെ പ്രകാശം, ചന്ദ്രന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ അവർ ഇരുന്നു. എങ്കിലും മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനായ പിതാവ് ജൂലിയൻ ബൊക്കോ ഇപ്രകാരം ചിന്തിച്ചു, 1932 ബെൽജിയത്ത് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതിനുമ്പ് ഫാത്തിമയിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ പ്രത്യേകത ഉണ്ടാകും. താൻ വിശ്വസിക്കുന്നൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധ കന്യകയുടെ ചില പ്രത്യക്ഷപ്പെടൽ അടുത്ത കാലത്ത് അവിടെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാകാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ ആ ഒരു ദർശനത്തിന് ശേഷം തൻ്റെ മകളെ അദ്ദേഹം സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒന്നാമത്തെ ആ ദർശനം അവസാനിച്ചു. രണ്ടാമത് 1933 ജനുവരി മാസം 18-ാം തീയതി ഈ ദർശനം കണ്ട സ്ഥലത്ത് മാരിയറ്റ് ഇറങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാരിയറ്റ് വൈകുന്നേരം 7 മണിയൊക്കെ സമയമാകി. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ പിതാവും ജൂലിയനും പുറത്തേക്ക് ഇറങ്ങി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ അങ്ങനെ ആദ്യത്തെ രഹസ്യം ചൊല്ലി ഏതാനും രഹസ്യങ്ങൾ ചൊല്ലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ മുട്ടുകുത്തി ആരോട് സംസാരിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി. ഉടനെ തന്നെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഇവൾ എന്തോ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിയ ജൂലിയൻ തൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് ഓടി വികാരിയച്ഛനെ വിളിക്കുവാനായിട്ട് ഓടിച്ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് വികാരിയച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തൻ്റെ അയൽവാസിയായ സുഹൃത്തുക്കളെ 2 പേരെയും കൂട്ടി അദ്ദേഹം തിരിച്ചു പോന്നു. കണ്ടപ്പോൾ ഈ സ്ത്രീ ഈ മകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ പിതാവും കണ്ടു. അങ്ങനെ അവർ മാറി നിന്ന് ഈ ദർശനം നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് എന്തോ ഒരു ആത്മീയ നിർവൃതിയിൽ മാരിയറ്റ് ഓടിപ്പോകുന്നതായിട്ട് അവർ കണ്ടു. അവർ അവളെ അനുഗമിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴി അവൾ 1-2 പ്രാവശ്യം മഞ്ഞുപാളുകൾക്കിടയിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് അവർ കണ്ടു. പിന്നീട് അവൾ ഓടി പെട്ടെന്ന് ഓരോ യാത്രയിലും വേഗം കൂടി അവൾ കുറച്ച് ദൂരെയുള്ള ഒരു അരുവിയുടെ അടുത്തെത്തി. ഈ അരുവിയുടെ അടുത്ത് അവൾ നിന്നപ്പോൾ ഈ സ്ത്രീ അവളോട് പറഞ്ഞു, നീ അരുവിയിലെ വെള്ളത്തെ സ്പർശിക്കുക. അങ്ങനെ അവൾ അരുവിയുടെ വെള്ളത്തെ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ അരുവി തനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സ്ത്രീ അവളോട് പറയുകയാണ്. തനിക്കായി ഈ അരുവി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ഈ സ്ത്രീ അപ്രത്യക്ഷയായി. ജൂലിയൻ തൻ്റെ ഈ കുട്ടിയെ എടുത്തു കൂട്ടിക്കൊണ്ട്
തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അവൾ എല്ലാ ദിവസവും വൈകുന്നേരം അവളുടെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി ആ തോട്ടത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പതിവാക്കി. അങ്ങനെ പിറ്റേ ദിവസവും 1933 ജനുവരി മാസം 19-ാം തീയതി അവൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഈ കന്യക അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഉടനെ തന്നെ അവൾ ഈ കന്യകയോട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്നെ ഇന്നലെ അവിടെ കൊണ്ട് അരുവിയെ എടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്കിലും അങ്ങ് ആരാണ്? അപ്പോൾ ഈ കന്യക പറഞ്ഞു, ഞാൻ പാവങ്ങളുടെ അമ്മയാണ്, ഞാൻ ദരിദ്രരുടെ അമ്മയാണ്, പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ സഹായമായി അമ്മയായി ഞാൻ ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ പാവങ്ങളുടെ ദരിദ്രരുടെ അമ്മയായി പരിശുദ്ധ അമ്മ ബെൽജിയത്ത് ബാനോക്സിൽ അമ്മയെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം പരിശുദ്ധ അമ്മ ഈ മകളെ വീണ്ടും അരുവിയിലേക്ക് ആനയിച്ചു. മാരിയറ്റ് അമ്മയുടെ കൂടെ അരുവിയിൽ ചെന്നു. അമ്മ അവളോട് പറഞ്ഞു, അരുവിയിലെ വെള്ളമെടുത്ത് നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. അങ്ങനെ അവൾ അരുവിയിലെ വെള്ളമെടുത്ത് തന്നെ തന്നെ ശുദ്ധീകരിച്ചു. അതിനുശേഷം അമ്മ മാരിയറ്റിനോട് പറഞ്ഞു, ഇത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള അരുവിയാണ്, സർവ ജനപദങ്ങൾക്കും ഇവിടെ വരുവാനും ഈ ജലം ഉപയോഗിക്കുവാനും അങ്ങനെ സകല രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുവാനും സാധിക്കും. അതുകൊണ്ട് ആ അരുവിയിലെ ജലത്തെ പരിശുദ്ധ അമ്മ രോഗസൗഖ്യം നൽകുന്ന ഒരു അരുവിയായി പ്രഖ്യാപിച്ചു. സർവ്വജനങ്ങൾക്കും, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, ആരവിടെ വന്നാലും ഈ ജലം ഉപയോഗിച്ചാലും വിശ്വാസത്തോടെ ഈ ജലം ഉപയോഗിച്ചാൽ അവർക്ക് സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുമെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ ഈ 3-ാമത്തെ ദർശനത്തിൽ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 3-ാമത്തെ ദർശനം അവസാനിച്ച് പരിശുദ്ധ അമ്മ അവളുടെ മുകളിൽ കുരിശടയാളം വരച്ച് ആശീർവദിച്ച് അവളെ അമ്മ തിരിച്ചുപോയി. വീണ്ടും പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ഉൾവിളി ലഭിച്ചതനുസരിച്ച് മാരിയറ്റ് ഒരു 7 മണിയോട് കൂടി ആ തോട്ടത്തിലേക്ക് ഓടിപ്പോയി. അവൾ അവിടെ ചെന്ന് വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കൂടെ വേറെ 1-2 പേരും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഏതാണ്ട് 2-3 രഹസ്യങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ വീണ്ടും അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തോടെ അവളോട് അമ്മ സംസാരിച്ചു. എന്നിട്ട് അമ്മയോട് അവൾ ചോദിച്ചു, അമ്മേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, മോളെ, ഈ സ്ഥലത്ത് പാവങ്ങളുടെ സഹായിയായ എൻ്റെ നാമധേയത്തിൽ ഒരു കുരിശടി സ്ഥാപിക്കാൻ നീ അധികാരികളോട് ആവശ്യപ്പെടണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മ സമ്പന്നരുടെയും ഉന്നതരുടെയും അമ്മയായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്. ആർക്കും വേണ്ടാത്തവരുടെ, പാവങ്ങളുടെ, സമ്പത്തില്ലാത്തവരുടെ, എവിടെയും ഒന്നും സ്വന്തമാക്കാൻ കഴിയാത്തവരുടെ അമ്മയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഇതിന് അർത്ഥമുണ്ട്. പ്രകാരമാണ് സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒന്നും സ്വന്തമാക്കാൻ സാധിക്കാത്തവർക്ക് സ്വർഗത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം. ഈ ലോകത്തെ എല്ലാം നഷ്ടപ്പെടുത്തുന്നവർക്ക്, ആരുമില്ലാത്തവർക്ക്, ഒന്നുമില്ലാത്തവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചാൽ സ്വർഗത്തിൽ സർവ്വതും ലഭിക്കും എന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഇവിടെ നൽകുന്നത്. വചനത്തിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ എല്ലാം എളിമപ്പെട്ട് ശൂന്യവൽക്കരിക്കപ്പെട്ട് ഒന്നുമില്ലാത്തവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവരെന്ന് വിളിക്കപ്പെടുന്നത്. വേദനിക്കുന്നവരുടെ കൂടെ, ദരിദ്രരുടെ കൂടെ, ആരുമില്ലാത്തവരുടെ കൂടെ, ഒറ്റപ്പെടുന്നവരുടെ കൂടെ, സാമ്പത്തിക ഭദ്രതയില്ലാത്തവരുടെ കൂടെ, ഒന്നും സ്വന്തമാക്കാൻ സാധിക്കാത്തവരുടെ കൂടെ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂടെ, ദരിദ്രരുടെ കൂടെ
സ്വർഗം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, പാവങ്ങളുടെ അമ്മയായി എന്നെ ആദരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബനോക്സിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് വലിയ ഒരു തെളിവാണ്. സ്വർഗം ദരിദ്രരെ മാനിക്കുന്നു, സ്വർഗം പാവപ്പെട്ടവരുടെ കൂടെയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതവർ തിരിച്ചറിയും. അവർക്ക് വലിയ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് പാവങ്ങളുടെ അമ്മയായി എന്നെ ആദരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ബനോക്സിൽ ആവശ്യപ്പെട്ടത്. ഇനി അഞ്ചാമത്തെ ദർശനം 1933 ഫെബ്രുവരി മാസം 11-ാം തീയതി ആണ് അവൾക്ക് ലഭിക്കുന്നത്. ജനുവരി 20-ന് ശേഷം ഒരു ദർശനവും ലഭിക്കാതിരുന്നതിനാൽ അവൾക്ക് അതിയായ വേദനയുണ്ടായി. അവൾ പലരുടെയും പരിഹാസത്തിന് പാത്രമാകേണ്ടി വന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അവൾ തോട്ടത്തിലേക്ക് ഇറങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജനുവരി 20 മുതൽ ഫെബ്രുവരി 11 വരെ പരിശുദ്ധ അമ്മ ഇവൾക്ക് ദർശനം നൽകിയില്ല. ചുറ്റുപാടുമുള്ള അയൽവാസികളൊക്കെ ഇതൊക്കെ ഒന്നുമല്ല, ഇവള് മാതാവിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വേദനയിൽ വീണ്ടും അവൾ തുടർന്ന് ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണി സമയത്ത് ആ തോട്ടത്തിൽ പോയി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസം 11-ാം തീയതി പരിശുദ്ധ അമ്മ ഈ മകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഫെബ്രുവരി മാസം 11-ാം തീയതി അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവളെ വീണ്ടും ഈ അരുവിയിലേക്ക് ആനയിച്ചു. ഈ അരുവിയുടെ അടുത്തെത്തി ഈ അരുവിയിലെ ജലമെടുത്ത് തന്നെ വീണ്ടും കഴുകുവാൻ ആവശ്യപ്പെട്ട് തളിച്ച് വിശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം പരിശുദ്ധയമ്മ പറഞ്ഞു, ഈ ജലം രോഗികൾക്ക് സൗഖ്യം നൽകും. വീണ്ടും അമ്മ ആവർത്തിക്കുകയാ, ഈ ജലം രോഗികൾക്ക് സൗഖ്യം നൽകും. അതുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നതിനായി ഈ സ്ഥലത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ഈ മകളോട് പങ്കുവച്ചു. പിന്നീട് പരിശുദ്ധ അമ്മ അവളിൽ നിന്ന് മറഞ്ഞു. രോഗികൾക്ക് വേണ്ടി ഈ സ്ഥലം വിശുദ്ധീകരിച്ച് സമർപ്പിച്ചതിന് ശേഷം ഫെബ്രുവരി മാസം 11-ാം തീയതി പരിശുദ്ധ അമ്മ അവിടെ നിന്നും മറയുകയാണ്. ഈ ദർശനത്തിന് ശേഷം മാരിയറ്റ് തൻ്റെ വികാരിച്ചനെ കാണുവാനായിട്ട് പോയി. വികാരിച്ചനെ കണ്ട് അവൾ ചില കാര്യങ്ങൾ വികാരിച്ചനുമായി സംസാരിച്ചു. ഈ ദർശനം കഴിഞ്ഞ ഉടനെ അല്പം ദുഃഖിതയായി അവൾ കാണപ്പെട്ടു. അതിനുശേഷമാണ് അവൾ വികാരിച്ചനെ അടുത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക. 11 വയസ്സ് പ്രായമായിരുന്ന മാരിയറ്റ് അന്ന് ആദ്യ കുർബാന സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾ വികാരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആദ്യ കുർബാന സ്വീകരിക്കണം. അങ്ങനെ വികാരിച്ചൻ അതിന് അനുവദിച്ച് സന്തോഷത്തോടെ അവളെ പറഞ്ഞയച്ചു. അടുത്ത ദർശനം, 6-ാമത് ദർശനം 1933 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് സംഭവിക്കുന്നത്. അവൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, വികാരി അച്ഛൻ അമ്മയിൽ നിന്നും ഒരു അടയാളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അടയാളം അച്ഛന് കൊടുക്കാനായിട്ട് അമ്മ എനിക്ക് പറഞ്ഞതല്ലേ, കാണിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അവിടെ ഒരു അടയാളം പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നില്ല, കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ തന്നെ സുവിശേഷത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അതോടൊപ്പം അമ്മ കൂട്ടിച്ചേർത്തു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിൽ അമ്മ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളിൽ ഓരോരുത്തരിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ പരിശുദ്ധ അമ്മ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്നുള്ള വിശ്വാസമാ. അമ്മ പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അമ്മയുടെ മക്കളായി നിന്ന്
അമ്മയോട് ചേർന്ന് ആത്മാക്കളെ നേടുവാൻ നമ്മൾ സഹകരിക്കുമെന്നുള്ള വിശ്വാസമാ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാം കണ്ടേ വിശ്വസിക്കൂ എന്ന് ചിന്തിക്കാതെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഇപ്പൊ നമുക്ക് എല്ലായിടത്തും പോയി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അമ്മയുടെ സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അമ്മയിലൂടെ നൽകുന്ന സന്ദേശങ്ങളായി അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ്. നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അമ്മ പറയുന്നു. ഇനി ഏഴാമത്തെ ദർശനം 1933 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് മാരിയറ്റിന് ലഭിക്കുക. ഫെബ്രുവരി മാസം 20-ാം തീയതി പതിവ് പോലെ മാരിയറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ മാരിയറ്റിനോട് ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ ലോകത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടലുകളൊക്കെ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു സന്ദേശമാണ്: കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ഇതേ സന്ദേശമാണ് ബാനോക്സിലും പരിശുദ്ധയമ്മ നൽകുന്ന. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന പോരാ, തുടർന്ന് നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇനി സാത്താൻ നൽകുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്: ഇനി പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്താ കാര്യം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇനി പ്രാർത്ഥന കൊണ്ടൊക്കെ എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ഇപ്പൊ നമുക്ക് ചുറ്റും നടമാടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, ഭീഷണികളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം നിൽക്കണം. കാരണം നമുക്ക് സ്വർഗത്തിന്റെ സഹായമുണ്ട്, നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായമുണ്ട്. ഏതെങ്കിലും ഒക്കെ ഗ്രൂപ്പുകളോ തീവ്രവാദികളോ ഒക്കെ ചുറ്റുപാടുമൊക്കെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, ഭയക്കരുത്. കാരണം അവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാകും, നശിച്ചു പോകും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉറച്ചു നിൽക്കുന്ന മക്കൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇനി അവസാനമായി 1933 മാർച്ച് മാസം 2-ാം തീയതി പരിശുദ്ധ അമ്മ മാരിയറ്റിന് പ്രത്യക്ഷപ്പെടുന്നു. മാരിയറ്റ് പതിവ് പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധ അമ്മ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ ഇപ്രകാരം 2 കാര്യങ്ങൾ പറഞ്ഞു: മകളെ, ഞാൻ രക്ഷകന്റെ അമ്മയാണ്, ഞാൻ ദൈവമാതാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം ബാനോക്സിൽ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. ഞാൻ രക്ഷകന്റെ അമ്മയാണ്, ഞാൻ ദൈവമാതാവാണ്. എൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ് ഈ ലോകത്തിലെ ഏക രക്ഷകനെന്ന് പരിശുദ്ധ അമ്മ വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ രക്ഷകന്റെ അമ്മയാണ്. ഈ ലോകത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചുവെന്നും ഈ മനുഷ്യനായ ദൈവം അവതരിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് എന്നും ആ രക്ഷകന്റെ അമ്മയായ ദൈവമാതാവാണ് ഞാനെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുമ്പോൾ അമ്മയുടെ വ്യക്തിത്വം ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല. പരിശുദ്ധ അമ്മ ഇന്നും മരിച്ച് എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ലിത്. പരിശുദ്ധ അമ്മയെ ഇന്നും ജീവിക്കുന്നുണ്ടെന്നും അവൾ രക്ഷകന്റെ അമ്മയാണെന്നും അവൾ ദൈവമാതാവാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളായി അഭിമാനത്തോടെ ജീവിക്കുന്നവരാകണം നമ്മൾ ക്രൈസ്തവരെന്ന് ഈ അത്ഭുതങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിന് ശേഷം പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയാകുന്നു. എന്നാൽ അതിനുശേഷം ബാനോക്സിൽ
അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇന്നും ലോകം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അരുവിയിലേക്ക് തീർത്ഥാടന യാത്രയായി കടന്നു വന്ന് ഈ ജലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സുഖപ്പെടുന്നു. വലിയ വലിയ അത്ഭുതങ്ങളാണ് ബാനോക്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഇനി മാരിയറ്റിന്റെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു? മാരിയറ്റ് അന്ന് നമുക്കറിയാം 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഈ അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ബാനോക്സിലേക്ക് കടന്നു വന്ന തീർത്ഥാടകരുടെ ഇടയിൽ നിന്നും അവളെ മാറ്റി ഒരു ബോർഡിംഗ് സ്കൂളിൽ അവൾ പഠിച്ചു. പിന്നീട് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറന്റ് ഉടമയുമായിട്ട് വിവാഹം കഴിച്ച് അവളുടെ സാധാരണ ജീവിതം നയിച്ചു. മറ്റാരാലും അറിയപ്പെടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മരണം വരെ അവൾ മറ്റാരും അറിയപ്പെടാതെ, ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ എളിമയുടെ ഒരു ജീവിതം തൻ്റെ കുടുംബത്തിൽ ഭർത്താവിനോടും മക്കളോടും ഒപ്പം സാധാരണമായ ഒരു ജീവിതം നയിച്ച് അവൾ നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ വിശ്വാസം ഉപേക്ഷിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ ബെൽജിയത്തെ മുഴുവനും, മാത്രമല്ല ലോകത്തെ മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കുകയാണ്. അന്ന് ഈ കുടുംബത്തിൽ മാരിയറ്റിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു, അവളുടെ അപ്പനും നിരീശ്വരവാദിയാ, അവൾ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനാ, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലും പരിശുദ്ധ അമ്മയൊന്നും പ്രത്യക്ഷപ്പെടില്ല എന്ന് ചുറ്റുപാടുമുള്ള വിധി എഴുതി. എന്നാൽ സ്വർഗത്തിന്റെ തീരുമാനം മറിച്ചായിരുന്നു. വിശ്വാസമില്ലാതെ സഭയെ വിമർശിച്ച് സഭയിൽ നിന്ന് അകന്നുപോയ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടിയെ വിശ്വാസത്തിലേക്ക്, ആ കുടുംബത്തെയും ലോകം മുഴുവനും എത്തിക്കാൻ അമ്മ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് മാരിയറ്റിന്റെ പിതാവ് ജൂലിയൻ നല്ല ഒരു വിശ്വാസിയായി ജീവിതാവസാനം വരെ ജീവിച്ച് സത്യവിശ്വാസിയായി പിന്നീട് മരിച്ചുവെന്നും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബാനോക്സിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പാപങ്ങളുടെ കന്യകയാണ് ഞാനെന്ന് പറഞ്ഞ് പാപങ്ങളുടെ അമ്മയായി, പാപങ്ങളുടെ കന്യകയായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഇന്നും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ അടയാളമായി ആ അരുവിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച്, ജലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന, പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ദരിദ്രരുടെ അമ്മയായി ഇന്നും ഈ ലോകത്ത് തന്നെ വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ലോകത്തെമ്പാടുമുള്ള പാവപ്പെട്ടവരെ, ദരിദ്രരെ നമുക്ക് സമർപ്പിക്കാം. നിരന്തരം മക്കളെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് ബാനോക്സിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം രോഗികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും അമ്മയോട് ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ രക്ഷകന്റെ അമ്മയാണ് ഞാൻ ദൈവമാതാവാണ് എന്ന് പരിശുദ്ധ അമ്മ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത് സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ആ രക്ഷകൻ നേടിത്തന്ന രക്ഷയുടെ അവകാശികളായി മാറുവാൻ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലത്തിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.